നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് ചികിത്സയിൽ നിർണായകമാകുന്ന പുതിയ മരുന്ന് അബുദാബിയിലെത്തി. മരണനിരക്ക് 85% വരെ കുറയും. അൽവസൻ ആപ്പിന് സാങ്കേതിക തകരാർ റദ്ദാക്കി വീണ്ടും സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 10ാം ക്ലാസ് പരീക്ഷാഫലം ജൂലൈ 20-നകം പ്രസിദ്ധപ്പെടുത്തുമെന്ന് CBSE. 12ാം ക്ലാസ് ഫലനിർണയത്തിന് മാനദണ്ഡമായി. 1.5 മാസം മുൻപ് കാണാതായ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. UAE-ൽ ഇന്ന് 2167 പേർക്ക് കോവിഡ്, 3 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് ചികിത്സയിൽ ഏറെ ഫലപ്രദമെന്ന് കരുതപ്പെടുന്ന പുതിയ മരുന്ന് അബുദാബിയിൽ എത്തിച്ചു. ഗുരുതര കോവിഡ് രോഗികൾക്ക് പോലും 24 മണിക്കൂറിനുള്ളിൽ ആശ്വാസം പകരുമെന്ന് കരുതുന്ന സോട്രോവിമാബ് എന്ന മരുന്നാണ് എത്തിച്ചിരിക്കുന്നത്. ഈ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായി മാറുകയാണ് അബുദാബി. എത്തിഹാദ് എയർവേസിന്റെ കാർഗോ വിമാനത്തിലാണ് അമേരിക്കയിലെ ഗ്ലാക്സോ സ്മിത്ക്ലിൻ ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്നും മരുന്ന് അബുദാബിയിൽ എത്തിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം നേടിയിട്ടുള്ള സോട്രോവിമാബ് UAE-യിലെ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നേടിയിട്ടുണ്ട്. പുതിയ മരുന്നിന്റെ ഉപയോഗത്തിലൂടെ കോവിഡുമായി ബന്ധപ്പെട്ട മരണങ്ങൾ 85% കുറയ്ക്കാൻ സാധ്യമാകുമെന്നാണ് പഠനഫലങ്ങൾ തെളിയിക്കുന്നത്. കോവിഡ് ലക്ഷണങ്ങൾ എത്രമാത്രം കടുത്ത ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരിലാണ് സോട്രോവിമാബ് പ്രയോഗിക്കേണ്ടത് എന്ന പ്രോട്ടോകോൾ നേരത്തെ തന്നെ മന്ത്രാലയം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഒറ്റ ഡോസായി നൽകേണ്ട ആന്റിബോഡി ചികിത്സയാണ് ഇത്. കോവിഡിന്റെ ഏത് വകഭേദങ്ങൾക്കും ഇത് ഫലപ്രദമാണെന്നാണ് അവകാശപ്പെടുന്നത്. അബുദാബി 24/7. അബുദാബിയിലെ ചില റോഡുകളുടെ ഭാഗങ്ങൾ വാരാന്ത്യങ്ങളിൽ അടച്ചിടുമെന്ന് ഗതാഗത അതോറിറ്റി അറിയിച്ചു. അബുദാബി അലിയൻ റോഡിലെ ചില ഭാഗങ്ങളാണ് അടച്ചിടുന്നത്. അബുദാബി മുനിസിപ്പാലിറ്റിയും സംയോജിത ഗതാഗത കേന്ദ്രവുമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് രാത്രി 12 മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് അടച്ചിടുന്നത്. അബുദാബി അലൈൻ ട്രക്ക് റോഡ് ഭാഗികമായിട്ടാണ് അടയ്ക്കുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം 10, 11, 12 ക്ലാസ്സുകളിലെ പരീക്ഷാഫലത്തിന്റെ ആകെ തുകയെന്ന നിലയിൽ കണക്കാക്കുമെന്ന് CBSE സുപ്രീം കോടതിയെ അറിയിച്ചു. 10, 11 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയുടെയും 12ാം ക്ലാസ്സിലെ പ്രീ ബോർഡ് പരീക്ഷയുടെയും ഫലം എടുത്ത് അന്തിമ ഫലം നിർണ്ണയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. 30-30-40 എന്ന അനുപാത പ്രകാരമായിരിക്കും ഇത് നടപ്പാക്കുക. 10, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയ്ക്ക് 30% വീതം വെയിറ്റേജ് നൽകുമെന്നും 12ാം ക്ലാസ്സിലെ പ്രീ ബോർഡ് പരീക്ഷയ്ക്ക് 40% വെയിറ്റേജ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 പ്രധാന വിഷയങ്ങളിൽ കൂടുതൽ മാർക്കുള്ള 3 എണ്ണത്തിന്റെ ശരാശരിയാണ് എടുക്കുക. തിയറി പരീക്ഷകളുടെ മാർക്കുകളാണ് ഇങ്ങനെ നിർണ്ണയിക്കുക. പ്രാക്ടിക്കൽ പരീക്ഷകളുടെ മാർക്കുകൾ സ്കൂളുകൾ സമർപ്പിക്കണം. ഈ ഫലനിർണ്ണയം നിരീക്ഷിക്കാൻ 1000 സ്കൂളുകൾക്ക് ഒരു സമിതി എന്ന നിലയിൽ രൂപീകരിക്കുമെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. ചില സ്കൂളുകൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വലിയ തോതിൽ മാർക്ക് നൽകുകയും ചിലർ കുറവ് നൽകുകയും ചെയ്യുന്ന പ്രവണതയുമുണ്ട്. ഇത് ഫലത്തെ ബാധിക്കാതിരിക്കാനാണ് ഈ സമിതിയെ രൂപീകരിക്കുന്നത്. ഇവ നടപ്പാക്കി ജൂലൈ 31 മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും KK വേണുഗോപാൽ അറിയിച്ചു. അബുദാബി 24/7. ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ജൽഗാവ് ജില്ലയും ദുബായും തമ്മിൽ കൗതുകകരവും ശ്രദ്ധേയമായ ഒരു വാണിജ്യ ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. 20,000 മെട്രിക് ടൺ ജൽഗാവ് വാഴപ്പഴമാണ് ജൽഗാവ് ജില്ലയിലെ തണ്ടൽവാടി എന്ന ഗ്രാമത്തിൽ നിന്നും ദുബായ് നഗരത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഫൈബർ സമ്പുഷ്ടവും ധാതുസമ്പന്നവുമായ ജൽഗാവ് വാഴപ്പഴത്തിന്റെ ആദ്യ കയറ്റുമതി ദുബായിലേക്ക് നടത്തിയതായി ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയമാണ് അറിയിച്ചത്. തണ്ടൽവാടി ഗ്രാമത്തിലെ കർഷകരാണ് ഉൽപാദകർ. ജൽഗാവിനെ ദുബായുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംരംഭം ഇന്ത്യ അടുത്തിടെ പ്രഖ്യാപിച്ച അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് പോളിസി പ്രകാരമാണ്. പുതിയ നിയമമനുസരിച്ച് വിദേശ വിപണികളിലെ കയറ്റുമതി അവസരങ്ങളുടെ ഗുണം കർഷകരിൽ നേരിട്ടെത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ്. ലോക ബൗദ്ധിക സ്വത്തവകാശ ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് നേടിയ ഉൽപ്പന്നമാണ് ജൽഗാവ് വാഴപ്പഴം. 5 വർഷം മുൻപാണ് ജൽഗാവ് ബനാനയ്ക്ക് GI സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. അതിനുശേഷം തണ്ടൽവാടി ഗ്രാമത്തിലെ വാഴപ്പഴം വളർത്തുന്ന കർഷകർ അനുയോജ്യമായ കയറ്റുമതി വിപണികൾക്കായി കാത്തിരിക്കുകയായിരുന്നു. 25% ആഗോള വിപണി വിഹിതമുള്ള ഇന്ത്യയാണ് വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് എന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. അബുദാബി 24/7.
Hypermarket. Home delivered. luluhypermarket.com. കോവിഡ് പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ജൂലൈ 20-നകം പ്രസിദ്ധപ്പെടുത്തുമെന്ന് CBSE അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രീ ബോർഡ് പരീക്ഷാഫലം, മധ്യവർഷ പരീക്ഷാഫലം, ഇന്റേണൽ അസസ്മെന്റ്, യൂണിറ്റ് ടെസ്റ്റുകൾ എന്നിവയിൽ നിന്നാണ് 10ാം ക്ലാസ് ഫലം നിർണ്ണയിക്കുന്നത്. 12ാം ക്ലാസ് ഫലം ജൂലൈ 31-ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് CBSE അറിയിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ എന്ന കമ്പനിയുടെ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ കോവിഡ് ചികിത്സാ രംഗത്തെ ഗെയിം ചേഞ്ചറായി മാറുമെന്ന് കേന്ദ്രത്തിന്റെ കോവിഡ് സമിതി ചെയർമാൻ NK അറോറ പ്രസ്താവിച്ചു. കോവിഡിനെതിരെ 90% ഫലപ്രാപ്തി പ്രതീക്ഷിക്കുന്ന വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണത്തിലേക്ക് കടക്കുകയാണെന്നും അറോറ അറിയിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ കമ്പനിയാണ് കോർബൈ വാക്സ് എന്ന പുതിയ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒരു ഗെയിം ചേഞ്ചറാകാൻ ഈ വാക്സിന് സാധിക്കുമെന്നാണ് സമിതി ചെയർമാൻ നൽകുന്ന പ്രതീക്ഷ. വാക്സിൻ പരീക്ഷണം ഇപ്പോൾ 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒക്ടോബറോടെ വിപണിയിൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കോർബൈ വാക്സ് എന്ന വാക്സിൻ യുഎസിലെ നോവവാക്സ് വാക്സിന് സമാനമായി എല്ലാ കോവിഡ് വകഭേദങ്ങൾക്കുമെതിരെ ഉപയോഗപ്രദമാണെന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. ഓക്സ്ഫഡ് അസ്ട്രാസെനകയുടെ കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നോവവാക്സും ഉൽപ്പാദിപ്പിക്കുന്നത്. നോവവാക്സിന്റെ 1 ബില്യൺ ഡോസാണ് ഒരു വർഷം ഇന്ത്യ ഉൽപ്പാദിപ്പിക്കാനിരിക്കുന്നത്. പുനെ കമ്പനിയായ ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് പുറത്തിറക്കുന്ന ഇന്ത്യൻ mRNA വാക്സിൻ 2ാം പരീക്ഷണ ഘട്ടത്തിലാണ്. സെപ്റ്റംബറോടെ ഇത് വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വാക്സിനുകൾ പുറത്തിറങ്ങുന്നതോടെ കോവിഡ് വാക്സിനായി ലോകം മുഴുവനും ഇന്ത്യയെ സമീപിക്കുന്ന കാലം ആസന്നമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അറോറ അഭിപ്രായപ്പെട്ടു. അബുദാബി 24/7. അൽ ഹൊസൻ ആപ്പ് ഇന്ന് ഭാഗികമായി പ്രവർത്തനരഹിതമായതായും ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും എറർ എന്ന സന്ദേശം ലഭിച്ചതായും പരാതി ഉയർന്നു. ഇതിനെ തുടർന്ന് ഉപഭോക്താക്കളുടെ മൊബൈലിൽ നിന്നും ആപ്പ് റദ്ദാക്കി വീണ്ടും സ്ഥാപിക്കുന്നതിന് സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് പോർട്ടലായ വെക്കായ ട്വിറ്ററിലൂടെ അറിയിച്ചു. പുനഃസ്ഥാപിച്ചിട്ടും ആപ്പ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ info@vekaya.ae എന്ന ഇമെയിൽ വിലാസത്തിൽ പരാതി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൽ ഹൊസൻ ആപ്പിലെ കോവിഡ് ഫലം യാത്രയ്ക്കായി ഉപയോഗിക്കാൻ ഫ്ലൈ ദുബായ് അനുമതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ഇരു സ്ഥാപനങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. യാത്രക്കായി എത്തുമ്പോൾ ഇനി PCR ഫലത്തിന്റെ അച്ചടിച്ച പകർപ്പ് കാണിക്കേണ്ടതില്ലെന്നും യാത്രക്കാരുടെ അൽ ഹൊസൻ ആപ്പിലെ സ്റ്റാറ്റസ് കാണിച്ചാൽ യാത്രയ്ക്ക് അനുമതി നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അൽ ഹൊസനുമായി യാത്രാ കരാറിൽ ഏർപ്പെടുന്ന ആദ്യത്തെ എയർലൈൻസായി മാറിയിരിക്കുകയാണ് ദുബായിയുടെ ബഡ്ജറ്റ് കരിയറായ ഫ്ലൈ ദുബായ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന UAEയിലെ 4 സ്വകാര്യ സർവകലാശാലകൾ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇവയുടെ അക്രഡിറ്റേഷൻ താൽക്കാലികമായി റദ്ദാക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അൽ ഹൊസൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മോഡേൺ സയൻസസ്, അൽ ജസീറ യൂണിവേഴ്സിറ്റി, ഷെയ്ഖ് മക്തൂം ബിൻ ഹംദാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡെന്റിസ്ട്രി എന്നിവയാണ് അടച്ചുപൂട്ടിയ സർവകലാശാലകൾ. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ റിയാദിൽ നിന്നും 1.5 മാസം മുമ്പ് കാണാതായ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുളക്കുഴ കാരക്കാട് ആശാരിയത്ത് പുത്തൻ വീട്ടിൽ മാരിയപ്പൻ ഗീത ദമ്പതികളുടെ മകൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് റിയാദിലെ ഷുമൈസി ആശുപത്രി മോർച്ചറിയിലുണ്ടെന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. 30 വയസ്സായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 1-നാണ് അരുൺ അവസാനമായി വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അബുദാബി മലയാളി കമ്മ്യൂണിറ്റി സൗജന്യ ആരോഗ്യ പരിശോധന സംഘടിപ്പിക്കുന്നു. അബുദാബി LLH ആശുപത്രിയുമായി സഹകരിച്ചാണ് പരിശോധന സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സൗജന്യ പരിശോധന നടക്കുന്നത്. സന്ദർശക വിസയിലുള്ളവർക്കും ക്യാമ്പ് പ്രയോജനപ്പെടുത്താമെന്ന് ഭാരവാഹികളായ ഷജീർ, ഷിജിത്ത് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 05075125000 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അബുദാബി മാർത്തോമ യുവജന സഖ്യത്തിന്റെ 2021-22 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും. വൈകിട്ട് 5 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ചടങ്ങിൽ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ തോമസ് മാർ തീമത്യോസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സഖ്യം പ്രസിഡന്റ് റവറൻ ജിജു ജോസഫ് അധ്യക്ഷത വഹിക്കും. വൈസ് പ്രസിഡന്റ് റവറൻ അജിത് ഈപ്പൻ തോമസ്, അജിത്ത് ചെറിയാൻ, സെക്രട്ടറി നോബൽ സാം സൈമൺ എന്നിവർ നേതൃത്വം നൽകും. KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റതിന്റെ ഭാഗമായി അബുദാബി ഇൻകാസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇൻകാസ് അബുദാബി പ്രസിഡന്റ് B.A.C. ശീലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി സലീം ചിറക്കൽ, ട്രഷറർ നിബുസാം ഫിലിപ്പ്, വൈസ് പ്രസിഡന്റ് AM അൻസാർ,
സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി TM നിസാർ, MU ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയുടെ അടിത്തറ ശക്തമാണെന്നും എന്നാൽ അതിനെ കാര്യക്ഷമമായി പുനഃസംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി പുതിയ പ്രസിഡന്റ് കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണ നൽകുമെന്നും യോഗം പ്രഖ്യാപിച്ചു. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2167 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 2127 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,43,844 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് മൂലം 3 പേരുടെ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1741 ഉയർന്നിട്ടുണ്ട്. 19,145 ആക്റ്റീവ് കേസുകളാണ് UAE ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിലെ ഇന്നത്തെ കോവിഡ് സ്ഥിതിവിവര കണക്കുകൾ. Except to say I love you. Hypermarket. Home delivered. luluhypermarket.com. കേരളത്തിലെ ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൾ ജമീഷ്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. CK ജാനുവിനെ സ്ഥാനാർത്ഥിയാകാൻ അവർക്ക് പണം നൽകിയെന്ന പരാതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ സുൽത്താൻ ബത്തേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. CK ജാനുവും കേസിൽ പ്രതിയാണ്. കൽപ്പറ്റ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി. ഇന്നലെയാണ് കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ സുൽത്താൻ ബത്തേരി സ്റ്റേഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താന ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി. അറസ്റ്റുണ്ടായാൽ ഇടക്കാല ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഐഷ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഈ മാസം 20-ന് ആയിഷ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വനംകൊള്ളയിലെ ഭയാനക ദൃശ്യമാണ് വയനാട്ടിൽ കണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ 8 ജില്ലകളിലെങ്കിലും സമാനമായ മരം കൊള്ള നടന്നിട്ടുണ്ട്. കർഷകരെ മറയാക്കി വൻകിട മാഫിയകൾക്ക് സഹായം ചെയ്യുകയാണ് സർക്കാർ ചെയ്തത് എന്നും വയനാട് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വനഭൂമിയിൽ മരംമുറി ഉണ്ടായിട്ടില്ലെന്നും തെറ്റായ നടപടിയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും റവന്യൂ മന്ത്രി K രാജൻ. മരമുറിക്ക് കാരണമായ ഉത്തരവിൽ തെറ്റില്ലെന്ന മുൻ നിലപാടും മന്ത്രി ആവർത്തിച്ചു. ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറുടെ നടപടിയാകാം മരമുറിക്ക് പിന്നിൽ. ഉത്തരവിൽ വീഴ്ചയുണ്ടായെന്ന് ഒരു കത്തിലും പറയുന്നില്ല എന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വിദഗ്ധരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷം തീരദേശ നിയന്ത്രണ അന്തിമ വിജ്ഞാപനത്തിന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പരാതികൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കും. കരട് വിജ്ഞാപനം സമിതി പരിശോധിക്കും. പൊതുജനങ്ങൾക്ക് മുന്നിൽ കരട് പ്രസിദ്ധീകരിച്ച് പരാതി സ്വീകരിക്കും. ജനാഭിപ്രായം തേടി നിയമപരിധിയിൽ നിന്ന് ഇളവുകൾ ഉൾപ്പെടെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചാവും അന്തിമ വിജ്ഞാപനം ഇറക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. KPCC അംഗം നൌഷാദ് അലി നൽകിയ ഹർജിയാണ് തള്ളിയത്. പരിഷ്കാര നിർദ്ദേശങ്ങളുടെ കരട് മാത്രമാണ് ഇപ്പോഴുള്ളത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് LP ഭാട്ടിയ അധ്യക്ഷത വഹിച്ച ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട UAE മുൻ കോൺസുൽ ജനറലും അറ്റാഷയും ഉൾപ്പെടെ 52 പേർക്ക് കസ്റ്റംസ് നോട്ടീസ് അയക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുന്നത്. സാധാരണ കാർഗോ നയതന്ത്ര കാർഗോ ആക്കി മാറ്റാൻ ഇടപെടൽ നടത്തിയെന്ന കണ്ടെത്തലിൽ UAE ആസ്ഥാനമായുള്ള 2 വിമാന കമ്പനികൾക്കും നോട്ടീസ് നൽകും. പെരിന്തൽമണ്ണയിൽ പ്രണയം നിരസിച്ചതിന് 21-കാരിയെ യുവാവ് കുത്തിക്കൊന്നു. പെരിന്തൽമണ്ണ എളാട് കൂഴന്തുറ ചെമ്മാട്ടിൽ ദൃശ്യയാണ് കൊല്ലപ്പെട്ടത്. യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ദൃശ്യയുടെ സഹോദരി ദേവശ്രീയെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ വിനീഷ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. വീടിന്റെ രണ്ടാം നിലയിലെ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് വിനീഷ് ദൃശ്യയെ കുത്തിക്കൊന്നത്. സംസ്ഥാനത്ത് മദ്യശാലകൾ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു. TPR കുറഞ്ഞ സ്ഥലങ്ങളിലെ മദ്യശാലകളാണ് തുറന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറന്നു. ആഴ്ചകൾക്ക് ശേഷം തുറന്ന മദ്യശാലകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. സാമൂഹിക അകലം പാലിച്ച് ആളുകൾ വരി നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തും കണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ സ്വകാര്യ ബസ്സുകൾക്ക് നിയന്ത്രണങ്ങൾ പാലിച്ച് സർവീസ് നടത്താമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു.
ഒറ്റ ഇരട്ട അക്ക നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇടവിട്ട ദിവസങ്ങളിൽ സർവീസ് നടത്താനാണ് തീരുമാനം. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇരട്ട അക്ക നമ്പറുകൾക്കും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലും തുടർന്ന് വരുന്ന തിങ്കളാഴ്ചയും ഒറ്റ അക്ക നമ്പർ ബസ്സുകളുമാണ് നിരത്തിൽ ഇറങ്ങേണ്ടത്. അതേസമയം ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ആയതിനാൽ സ്വകാര്യ ബസ് സർവീസിന് അനുമതിയില്ല. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. UAE ഇന്നത്തെ കാലാവസ്ഥ. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Radix Media Event Management Abu Dhabi. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Radix Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Radix Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.radixmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് ചികിത്സയിൽ നിർണായകമാകുന്ന പുതിയ മരുന്ന് അബുദാബിയിലെത്തി. മരണനിരക്ക് 85% വരെ കുറയും. അൽഹസൻ ആപ്പിന് സാങ്കേതിക തകരാർ റദ്ദാക്കി വീണ്ടും സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 10ാം ക്ലാസ് പരീക്ഷാഫലം ജൂലൈ 20-നകം പ്രസിദ്ധപ്പെടുത്തുമെന്ന് CBSE. 12ാം ക്ലാസ് ഫലനിർണയത്തിന് മാനദണ്ഡമായി. 1.5 മാസം മുൻപ് കാണാതായ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. UAE-ൽ ഇന്ന് 2167 പേർക്ക് കോവിഡ്, 3 മരണം. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. Abu Dhabi 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.